ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പശയാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് പാത്രം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്തൊക്കെ അതിങ്ങനെ ചോർന്നൊലിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതാ എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് പാത്രം ഞാനിതാ അവിടെ പൊട്ടിയിട്ടുള്ള പാത്രമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏകദേശം നല്ല രീതിയിൽ തന്നെ പൊട്ടിയിട്ടുള്ള ഒരു പാത്രം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൊട്ടിയ ഭാഗത്ത് വെള്ളമൊന്നും ഇല്ലാതെ നനവൊന്നും ഇല്ലാതെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ. അപ്പോൾ ഒരിക്കലും നനവുണ്ടാവാൻ പാടില്ല. കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പശ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പശ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് കൈയൊന്നും ഒട്ടിപ്പോവരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും ആവാതെ സൂക്ഷിക്കണേ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗമ്മ ഇതിൻ്റെ മുകളിൽ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ എവിടെയാണോ പശ ആക്കിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഉപ്പ് ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ കൈ വെച്ചിട്ട്. അപ്പോൾ ഇനി കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഈ ബാക്കി വരുന്ന ഉപ്പെല്ലാം നമുക്ക് തട്ടിക്കളയാം. അപ്പോൾ ഈ ഒട്ടിച്ച ഈ ഒരു ഭാഗത്തായിരിക്കും ഉപ്പിങ്ങനെ അവിടെ അങ്ങനെ അമർന്ന് നിൽക്കും കേട്ടോ. ഒട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതാ ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഈ ബാക്കി വരുന്ന ഉപ്പെല്ലാം തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗമ്മ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഉപ്പ് നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ഉപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടിക്കിട്ടാനായിട്ട് പറ്റും. ഒരിക്കലും ഇനി അത് ഈ ഒരു പശ പോവേ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് അവിടെ അമർന്ന് നിൽക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇനി ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ വെള്ളം എടുത്തതിന് ശേഷം ഒരിക്കലും ഈ ഒരു വെള്ളം ഉറ്റി വീഴുന്ന ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ബാത്റൂമിലുള്ള മഗ്ഗൊക്കെ ആ ഒരു മഗ്ഗിൻ്റെ ഭാഗമൊക്കെ പൊട്ടിയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗമൊക്കെ ഈ രീതിയിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗമ്മും അതുപോലെ തന്നെ ഉപ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിക്കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇനി പ്ലാസ്റ്റിക് പാത്രം പൊട്ടിയെന്ന് കരുതി ആരും ഒഴിവാക്കി കളയണ്ട കേട്ടോ. ഈ ഒരു ടിപ്പ് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാനിതാ ഇവിടെ ഒരു കണ്ടെയ്നർ ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചണിൽ മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കണ്ടെയ്നറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള കണ്ടെയ്നറൊക്കെ ആകുമ്പം ഒന്നുകൂടെ ഭംഗിയായിരിക്കട്ടെ ഞാൻ ഈ ടിപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടപ്പുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഈ ഒരു ടിപ്പിനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു അടപ്പിൻ്റെ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു വട്ടം രൂപത്തിൽ ഒരു വൃത്താകൃതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഹോളാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കത്തി ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം ഞാൻ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു അടപ്പ് ഞാനിതാ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഈ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാലൻ്റെ മുത്തുകളോ അതുപോലെ തന്നെ നല്ല സ്റ്റോണുകളൊക്കെ ഉണ്ടാവുമല്ലോ ഡ്രസ്സിൻ്റെ മുകളിലുള്ള അതോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടുന്ന കളർ കല്ലുകൾ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഈ ഒരു അടപ്പ് നമ്മൾ ഹോളാക്കി കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു അടപ്പിൻ്റെ ആ ഹോളിൻ്റെ ഉള്ളിലോട്ടേക്ക് നല്ലൊരു പ്ലാന്റ് നമുക്ക് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇപ്പോൾ മിക്ക പ്ലാന്റും വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഞാനിതാ ഇത് നല്ലൊരു ചെടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെടീൻ്റെ വേര് ഇറങ്ങുന്ന ഈ ഒരു ഭാഗം ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ഒന്ന് കടത്തി കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു അടപ്പ് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തിട്ട് അടച്ചു കൊടുക്കാം.
അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുമാത്രമല്ല പെട്ടെന്ന് വേര് വരാനും നല്ല രീതിയിൽ തന്നെ അത് തഴച്ച് വളരാനും ഒക്കെ നല്ലൊരു ടിപ്പ് തന്നെ ഉണ്ടത്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട്. ഈ ചെടികൾക്കൊക്കെ നല്ല തഴച്ച് വളരും ചെയ്യും, വേരൊക്കെ പെട്ടെന്ന് വരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ചെടിയിൽ നിന്നും ധാരാളം ചെടികൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ ഈ ഒരു ചെടി നമുക്ക് വെക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ നമ്മൾ അകത്തൊക്കെ സിങ്കിൻ്റെ അടുത്തും അതേപോലെ തന്നെ കിച്ചണിൽ ജനലിൻ്റെ സൈഡിലൊക്കെ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് കിച്ചണിലോട്ടൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ നല്ല ഭംഗിയും കൂടി ആയിരിക്കും ഇതിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ വേരുകളൊക്കെ നമുക്കിത് വെള്ളത്തിൽ നിന്നും ഇറങ്ങി വരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇത് ഫ്ലവറൊക്കെ ഇടുന്ന ചെടിയും അതേപോലെ ഈ ഒരു ചെടിയൊക്കെ ഇതേ രീതിയിൽ നമുക്ക് വെച്ചെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ടേബിളിലൊക്കെ വെക്കുന്ന സമയത്ത് കേട്ടോ നല്ലൊരു ഭംഗിയായിരിക്കും. അതേപോലെ സ്റ്റെയറിൻ്റെ അവിടെ, സിങ്കിൻ്റെ അവിടെ, ബേസിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഒരു മൂലയ്ക്ക് ഇതേ രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ സ്ത്രീകളിൽ മിക്ക സ്ത്രീകളും കിച്ചണിലൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ഫോണിൽ ചിലരൊക്കെ ഫോണിൽ നോക്കിയിട്ടായിരിക്കും എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല നമുക്ക് പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഫോൺ ചെയ്യുക, അതുപോലെ തന്നെ ആരെങ്കിലും വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലേക്ക് ഫോൺ എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ നല്ലൊരു കിടിലൻ സ്റ്റാൻഡായിട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് ഒരു ബോട്ടിൽ നിറയെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ ഇതേപോലെ ഒന്ന് കിടത്തി വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഈ ഒരു ഫോൺ ഇതേപോലെ ഒന്ന് ചരിച്ചതിന് ശേഷം 2 റബ്ബർ ബാൻഡ് 2 അറ്റത്തും കൂടെ ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കിച്ചണിലൊക്കെ ഇങ്ങനെ ഫോൺ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോ കോളിൽ സംസാരിക്കാനൊക്കെ കഴിയും ചെയ്യും. ഫോൺ കൈകൊണ്ട് എടുക്കുകയേ വേണ്ട കേട്ടോ. അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും യൂട്യൂബൊക്കെ നോക്കി ഇപ്പോൾ പാചകം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടത്. ഇതേപോലെ നമ്മൾ ഫോൺ കൈകൊണ്ട് തൊടുകയേ വേണ്ട കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് നല്ല സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ഫോൺ വീണ് പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ സ്ക്രീനൊന്നും സ്ക്രാച്ച് ആവേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ ഫോൺ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഫോണോടെ സേഫായിട്ട് നിന്നോളൂ കേട്ടോ. നമ്മൾ കൈകൊണ്ട് തൊടുകയേ വേണ്ട. നമ്മൾ ഇതേ രീതിയിൽ ഇത് നോക്കിയിട്ട് ഇങ്ങനെ പാചകം ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 2 റബ്ബർ ബാൻഡും ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫോൺ സ്റ്റാൻഡായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കിച്ചണിലൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ഫോൺ ചരിച്ചിട്ടും അതേപോലെ നിർത്തി വെച്ചിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. സ്ക്രീനിന് സ്ക്രാച്ച് വീഴേ അതുപോലെ തന്നെ സ്ക്രീൻ അടിച്ച് നിലത്ത് വീഴേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഫോണിലൊക്കെ നോക്കി പഠിക്കുന്നവരാണെങ്കിൽ ടേബിളിൽ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ അവർ കൈകൊണ്ട് ഫോൺ തൊടേ വേണ്ട കേട്ടോ. ദൂരെ ഇതേ രീതിയിൽ വെച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് പറ്റും ചെയ്യും. പിന്നെ കൈകൊണ്ട് തൊടേ അങ്ങനത്തെ ഒരു ഇതും വേണ്ട കേട്ടോ. അതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാൻ ഇതാ 2 പാട്ട ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മുടിയൊക്കെ ചീകുന്ന ചീർപ്പിൽ കുറേ കഴിയുമ്പം അതിൽ നമ്മുടെ മുടിയിലുള്ള എണ്ണമയം ഉണ്ടാവും. അതുപോലെ തന്നെ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് തന്നെ താരനൊക്കെ ആ ഒരു ചീർപ്പിൽ അങ്ങനെ നമ്മൾ മുടി ചീങ്ങും വരുന്നത് കാണാം. അപ്പം നമ്മൾ ആ ഒരു ചീർപ്പിലുള്ള മെഴുക്കും താരനും അഴുക്കും എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പോ ലിക്വിഡോ വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇതേ രീതിയിൽ കുറച്ച് പൗഡർ ഇങ്ങനെ തട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ആ ഒരു മെഴുക്കും പോവും. അത് മാത്രമല്ല അഴുക്കും താരനും എല്ലാം നമുക്ക് പോയിട്ട് ഈ ഒരു ചീർപ്പ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എത്ര ചളിയുള്ള അതുപോലെ തന്നെ എത്ര മെഴുക്കുള്ള ചീർപ്പായാലും നമ്മൾ കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ കൊട്ടിയിട്ട് നമ്മൾ ഒഴിവാക്കിയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരച്ച് കൊടുക്കട്ടോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ലോണം നമുക്ക് ഈ ഒരു ചീർപ്പ് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും.
അതുമാത്രമല്ല നമ്മൾ മെഴുക്കോട് കൂടി ചീർപ്പി ജനലിൻ്റെ സൈഡിലും അൽമാരിയിലൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ചെറിയ തരം കറുപ്പ് ഉറുമ്പുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ തലയിൽ മെഴുക്കുള്ളത് കൊണ്ടിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ പൗഡർ ഇട്ടിട്ടൊന്ന് ഇതേപോലെ ഒരിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് ഉറുമ്പൊന്നും വരില്ല കേട്ടോ. നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ ഈ ഒരു പൗഡറിൻ്റെ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.